ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പൊട്ടിക്കരഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു അക്ബറിനെയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. അപ്പോൾ അക്ബറിന് 10 പാവ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പാവയൊക്കെ ആരോ അടിച്ചുകൊണ്ട് പോയി. പുള്ളി ഇവിടെ പറയുന്നുണ്ട്, സാരമില്ലടാ, ഇതൊക്കെ ഒരു ഗെയിം അല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിരുന്നിട്ട് പൊട്ടിക്കരയുന്നൊരു അക്ബറിനെയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. നെവിൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കുന്നുണ്ട്, അതുപോലെ എല്ലായിടത്തും പോയി ചോദിക്കുന്നുണ്ട്, എൻ്റെ പാവ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അക്ബർ തന്നെ പറയുന്നുണ്ട്, സാരമില്ലടാ, ഇതൊക്കെ ഒരു ഗെയിം അല്ലേ, പോണേ പോട്ട്. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ആട്ടുതൊട്ടിലിൽ പോയിരുന്നിട്ട് അക്ബർ പൊട്ടിക്കറി, എൻ്റെ പാവ, എൻ്റെ പാവ ആരോ എടുത്തുകൊണ്ട് പോയെന്ന് പറയാം. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഇന്നലെ അനീഷ് വിഷമിച്ച് അവിടെ സങ്കടപ്പെട്ട് പോയിരുന്നപ്പോഴത്തേക്ക് ഈ അക്ബർ എന്താണ് പറഞ്ഞത്, ഇതൊക്കെ ഒരു ടാസ്ക് അല്ലേ, ഇത്ര ഷോഫ് കാണിക്കേണ്ട കാര്യം എന്താണ്, ഇതൊരു ഗെയിം അല്ലേ അനീഷേ, അതിൻ്റെതായിട്ടുള്ള സെൻസിലെടുക്ക് എന്ന് പറഞ്ഞ അക്ബറിന് ഇന്ന് കർമ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അക്ബറാണ് പൊട്ടിക്കരഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് കേട്ടോ. കാരണം മറ്റുള്ള ആൾക്കാരെല്ലാം കരയുന്ന സമയത്ത്, ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത്, കരയുന്ന സമയത്ത് അക്ബർ പറയുന്നൊരു കാര്യമുണ്ട്, ഡയലോഗുണ്ട്, എന്തോ അടായി കാണിക്കുന്നത്, ഇത് ടാസ്ക് അല്ലേ, ഇതൊരു ഇത്ര ഷോഫ് കാണിക്കേണ്ട കാര്യം, എന്തൊരു ഗെയിം അല്ലേ, അതിൻ്റെതായിട്ടുള്ള സെൻസി എടുക്ക്. അങ്ങനെ പറയുന്ന അക്ബറിന് ഇപ്പം സ്വന്തം കാര്യം വന്നപ്പോഴത്തേക്ക് അക്ബറിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അക്ബർ പൊട്ടിക്കരയുവാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ തോന്നുന്നുണ്ട്, അനിമോളെ മൂക്കിനിട്ട് ഇടിച്ചതിൻ്റെ ഒരു വിഷയമാവുമോ എന്ന് കരുതിയിട്ട് അതിനെ മറയ്ക്കാനെ കൊണ്ട് ഒരു കരച്ചിൽ നാടകം അഭിനയിച്ചാണോ എന്ന് അറിയത്തില്ല. സംഭവം കാര്യം എന്തൊക്കെ പറഞ്ഞാലും അക്ബർ നല്ല കിടുക്കാച്ചി ഗെയിമറാണ്, സൂപ്പർ ഗെയിമറാണ്, ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയലുമാണ്, സൂപ്പർ ഗെയിമറാണ്. കാരണം ഒരു വില്ലൻ എങ്ങനെയാണ് ചെയ്യുന്നത്, വില്ലൻ തൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടാളികളെ ഇറക്കി കളിച്ച് ലാസ്റ്റ് അവരെല്ലാം തീർന്നു കഴിയുമ്പോഴാണ് വില്ലൻ വെളിയിലോട്ട് ഇറങ്ങുന്നത് അല്ലേ. ആ ഒരു ക്യാരക്ടറാണ് അക്ബറിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം എവിക്റ്റഡായി പുറത്തു പോയി, ഓരോന്നായി പോയി. അപ്പം ഇനി അക്ബർ മാത്രമേ ഉള്ളൂ. അപ്പം അക്ബർ ഡയറക്റ്റ് കളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ് കേട്ടോ, നമ്മൾ സൂപ്പറായിട്ടുള്ളൊരു ഗെയിമറാണ് അക്ബർ, അത് അംഗീകരിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ ഇവിടെ അക്ബർ പൊട്ടിക്കരയുന്ന ഒരു അക്ബറിനെയാണ് കാണുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്വമാണ്. ഇത് മോഷണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ എടുക്കത്തില്ല, മോഷ്ടിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മോഷണം പോവും, അത് സൂക്ഷിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ടിപ്പോൾ അതിപ്പോൾ ഒരു ഗെയിമാണ്, അത് മോഷ്ടിച്ചൊക്കെ എടുക്കാം. അപ്പോൾ സൂക്ഷിച്ചു വെക്കേണ്ടത് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഏറ്റവും വലിയ കോമഡി അതല്ല, ഇതിനകത്ത് അനീഷ് ഒരു രക്ഷയില്ലാതെയാണ് ഈ ഒരു ടാസ്ക് കളിക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ പാവ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അനീഷാണെന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പാവ. അപ്പോൾ അനീഷ് ആദ്യമേ പുള്ളി ഒരു സ്ട്രാറ്റജി അങ്ങോട്ട് ഇറക്കി. കാരണം അതൊരു ഗെയിം പ്ലാൻ ആട്ടോ, ഗെയിം സ്പിരിറ്റ് ആയിട്ട് അത് കണ്ടാൽ മതി. കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്, അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ അഴിഞ്ഞു വീണു, അനീഷ് ഫേക്കാണ്, ഇതാണ് അനീഷിൻ്റെ റിയൽ സ്വഭാവം എന്ന്. കാരണം അനീഷ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലായിടത്തും പറയുന്നുണ്ട്, എൻ്റെ ദേഹത്തെങ്ങാനും തുടയെടുക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോര പൊടിയുമെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവ തട്ടിപ്പറിച്ച് ആരും പുള്ളിയുടെ കയ്യിൽ നിന്ന്, അനീഷിൻ്റെ കയ്യിൽ നിന്ന് പാവ തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിന് ഏറ്റവും കൂടുതൽ പാവ കളക്ട് ചെയ്യാനും സാധിച്ചു. കാരണം അതൊരു ഗെയിം പ്ലാനാണ്, ഗെയിം സ്ട്രാറ്റജിയാണ്. കാരണം അതാണ് ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറയുമ്പോൾ എതിരെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഒന്ന് ഭയക്കൂ. സാധാരണ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ ദേഹത്തെങ്ങാനും മൂക്കാമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ആരാണെങ്കിലും തൊടാനന്ന് ഭയക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് അക്ബറും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ മൂക്കാമണ്ട അടിക്കാൻ പൊട്ടിക്കുമെന്ന് അക്ബറും പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഗെയിം സ്പിരിറ്റിൻ്റെ പേരിൽ അങ്ങ് എടുത്താൽ മതി. കാരണം അങ്ങനെ വേണം ഗെയിം കളിക്കാൻ. കാരണം എതിരാളികളെ ഇത് തളർത്താൻ വേണ്ടിയിട്ട് പല പ്രയോഗങ്ങളും ചിലപ്പോൾ നമുക്ക് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പ്രയോഗിക്കേണ്ടി വരും. കാരണം അവിടെ എത്രയും പാവകൾ അല്ലെങ്കിൽ എത്രയും ബോൾ കളക്ട് ചെയ്യാനോ എത്രയും പാവകൾ കളക്ട് ചെയ്ത് അവിടെ വിൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അത് എന്തായാലും കൊള്ളാം, അനീഷ് പറഞ്ഞത് സൂപ്പറായിട്ടുണ്ട്. അപ്പം അതിന് നെഗറ്റീവ് പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പം അതിനോട് എനിക്ക് ഒന്നും പറയാനില്ല, ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണും. അപ്പം നമ്മുടെ പുള്ളി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഒരുപാട് പാവകളൊന്നും കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അനീഷ് ഏറ്റവും കൂടുതൽ പാവകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അനീഷ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും കൂടെ അനീഷിന്റെ മെക്കിട്ട് കയറി പാവം പിടിച്ച് കുറച്ചെടുത്തോണ്ട് പോകും. പിന്നെ എല്ലാവർക്കും ലൈവില് ഹോട്ട്സ്റ്റാർ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ബിഗ് ബോസ് ലൈവ് ഒന്നും അതിനകത്ത് കാണിക്കത്തില്ല, ഇന്റർഫേസിനകത്ത് ബിഗ് ബോസും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. മറ്റേ ഹോട്ട്സ്റ്റാർ ഓൺ ആക്കുമ്പോൾ
മലയാളം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കിടക്കുമായിരുന്നു. ബിഗ് ബോസ് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ഒന്നും കാണിക്കത്തില്ലായിരുന്നു. സെർച്ച് ബാറും അതുപോലെ ഒന്നുമില്ല. ജസ്റ്റ് കയറുമ്പോൾ തന്നെ കുറച്ച് ഹിന്ദി ബിഗ് ബോസും കുറച്ച് ഇംഗ്ലീഷ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പേടിച്ച്, ഇനി ഞാൻ ലൈവ് കാണുന്നതുകൊണ്ട് ഇനി എൻ്റെ ബിഗ് ബോസിൻ്റെ ഇത് ഹോട്ട്സ്റ്റാർ അങ്ങനെ കട്ട് ചെയ്തോ എന്നൊക്കെ വിചാരിച്ച് കുറേ ആൾക്കാർ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ ഹോട്ട്സ്റ്റാർ മാത്രമാണ് അടിച്ചു പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഇവരെ ഹോട്ട്സ്റ്റാറിൻ്റെ ആപ്ലിക്കേഷൻ ഈ കുറച്ച് അപ്ഡേറ്റിങ് കാര്യങ്ങളൊക്കെ ഇവർ വരുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം, അതുമാത്രമല്ല ഇപ്പം ഹിന്ദിയിലും ഈ പറഞ്ഞിട്ടുള്ള കന്നഡയിലും തമിഴിലും എല്ലാം മലയാളത്തിലെല്ലാം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനും അതുപോലെ അപ്ഡേറ്റിങ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഇത് ചെയ്യുന്നത്. ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ കുറേ ആൾക്കാർ പേടിച്ച് ബിഗ് ബോസ് ഞാൻ 3 മാസം ചാർജ് ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ ഹോട്ട്സ്റ്റാർ അങ്ങനെ അടിച്ചു പോയ ബിഗ് ബോസ് ഒന്നും കാണുന്നില്ല, എന്ത് പറ്റി? മൊത്തത്തിൽ അവരുടെ ആപ്ലിക്കേഷൻ ബിഗ് ബോസ് മാത്രമല്ല അത് എടുത്ത് റിമൂവ് ആക്കിയത്, മൊത്തത്തിൽ അവർ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്തിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാം കൂടെ അവർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കുറച്ച് സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ അവരെ. അത് ഇത് മാത്രമല്ല, ഹോട്ട്സ്റ്റാർ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു 2-4 ദിവസം മുമ്പ് ബിഗ് ബോസിൻ്റെ ലൈവിൽ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും അത് ബിഗ് ബോസ് അവിടുത്തെ പ്രശ്നമൊന്നല്ല, അത് മൊത്തത്തിൽ ഹോട്ട്സ്റ്റാറിൻ്റെ എല്ലാം സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ അവരെ അപ്ഗ്രേഡിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അവർ ചെയ്യുന്ന ടെക്നിക്കൽ ഇതാണെങ്കിൽ ഉറപ്പായിട്ട് അത് 1 മണിക്കൂറിനകം വന്നിരിക്കും. ഹോട്ട്സ്റ്റാർ ഇപ്പം വന്നിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പം നോർമൽ ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുതിയ അപ്ഡേറ്റിംഗ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ആവുന്നതാണ്. അപ്പോൾ അതൊന്നും പേടിക്കാൻ വേണ്ട. കുറേ ആൾക്കാർ പേടിച്ച് ഇനി എന്താണ് സംഭവം, അക്ബറിൻ്റെ ഒരു പ്രൊമോ. ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മാത്രമേ പോയിട്ടുള്ളൂ, അങ്ങനെയല്ല, മൊത്തത്തിൽ പോയിട്ടുണ്ട്. കുറച്ച് സംഭവങ്ങൾ മാത്രമേ അതിനകത്ത് ഇന്റർപ്രൈസിനകത്തുള്ളായിരുന്നു, ബാക്കിയല്ല അതിൻ്റെ അവരുടെ സെർച്ചിങ് ബാർ ഉൾപ്പെടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ബറിൻ്റെ ഒരു പ്രൊമോ വന്നല്ലോ, അക്ബർ പൊട്ടി കരയുന്നത്. ഇനി ആ പ്രൊമോ കണ്ടിട്ട് ഇനി അക്ബർ ആ ലൈവിൽ പൊട്ടി കരഞ്ഞത് കൊണ്ടിട്ട് ഇനി ബിഗ് ബോസ് ഷോ നിർത്തി വെച്ചാന്നോ, ഷോ ഡയറക്ടർ നിർത്തി വെച്ചാന്നോ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോട്ട്സ്റ്റാർ ഇപ്പം നിലവിൽ റണ്ണിങ് ആയിട്ടുണ്ട്, പഴയ സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിനകത്തും അതുപോലെ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഫേസ്ബുക്കിനകത്ത് വന്നിട്ടുണ്ട്, അതുപോലെ വാട്സാപ്പിനകത്തും വന്നിട്ടുണ്ട്, എററായിട്ടുണ്ട്. ഇടയ്ക്ക് ചില സമയം അത് വാട്സാപ്പ് മുമ്പ് കൂട്ടി അറിയിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് ചില സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അവർ ബഗ് ഫിക്സിൻ്റെ ഭാഗമായിട്ടും അതുപോലെ കുറച്ച് അപ്ഡേറ്റിംഗ് ഒക്കെ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. യൂട്യൂബിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് യൂട്യൂബ് ഇങ്ങനെ അതിൻ്റെ ഇൻ്റർഫേസ് കാണത്തില്ല, അത് എററായിട്ട് നിൽക്കും. അങ്ങനെ യൂട്യൂബിലും അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പം അപ്ഡേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്യാതെ ഇങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യത്തില്ല. അപ്ഡേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അങ്ങനെയും എറർ സംഭവിക്കാറുണ്ട്. ഇത് അവരുടെ ടെക്നിക്കൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ ആണ്, അത് അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം